കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചു ഹൈക്കോടതി. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്ന ഭാര്യയുടെ ആരോപണം എന്തടിസ്ഥാനത്തിൽ ആണെന്നും കോടതി ചോദിച്ചു. നവീന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് ആവർത്തിച്ച MV ഗോവിന്ദൻ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ആത്മഹത്യ സംബന്ധിച്ച കേസല്ലേ എന്ന് ചോദിച്ച ഹൈക്കോടതി എന്തടിസ്ഥാനത്തിലാണ് ഇത് കൊലപാതകമാണെന്ന് ഹർജിക്കാരി പറയുന്നതെന്നും ചോദിച്ചു. നവീന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം എന്നത് പേരിൽ മാത്രമാണെന്നും ഹർജിക്കാരിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്നും കേസ് ഡയറി ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ സർക്കാരിനോടും CBIയോടും ഹൈക്കോടതി നിലപാട് തേടി. അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കോടതി അനുവദിച്ചില്ല. അതേസമയം അന്വേഷണം പൂർത്തിയാക്കുന്നതിനെ എതിർക്കുന്നത് എന്തിനാണെന്നും കുറ്റപത്രം നൽകിയാലും കോടതിയുടെ അധികാരം ഇല്ലാതാകുന്നില്ലെന്നും കോടതി പറഞ്ഞു. കുറ്റപത്രം നൽകിയാലും CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകുമെന്നും സിംഗിൾ ബെഞ്ച് വാദത്തിനിടെ സൂചിപ്പിച്ചു. കേസിന്റെ തുടക്കം മുതൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞ CPIM CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തെ തള്ളി. CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്, അതിൽ മാറ്റമില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പാർട്ടിക്ക് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് CPM-നുണ്ട്. CBI അന്വേഷണമാണ് എല്ലാറ്റിന്റെ അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. ഇന്നലെ അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല, നാളെ അംഗീകരിക്കില്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എന്തും പറയിപ്പിക്കാം, എന്തും ചെയ്യിപ്പിക്കാം. കേന്ദ്ര ഗവൺമെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് CBI. സർക്കാർ വേട്ടക്കാർക്കൊപ്പം എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് സത്യമായെന്ന് VD സതീശൻ പറഞ്ഞു. ADM-ന്റെ മരണം CBI അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അകത്ത് ഞെട്ടിക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിൻ്റെ അകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ച് കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന CPIM വാദം നാടകമെന്നും കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും BJP. ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പം തന്നെയായിരുന്നു. PP ദിവ്യയോടും അവരെ അനുകൂലിക്കുന്നവരോടൊപ്പവും നിൽക്കുന്ന സമീപനമാണ് ആദ്യഘട്ടം മുതൽ അവർ സ്വീകരിച്ചത്. പക്ഷേ സാമൂഹ്യ മനസാക്ഷിയെ നടുക്കിയ ഈ ദാരുണ സംഭവം, അതിൽ ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഇത്രയും ദിവസം അവർ പരിശ്രമിച്ചത്. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതി ഡിസംബർ 6 പരിഗണിക്കാൻ മാറ്റി. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.